നിനക്ക് ഐഡിയ? നീ നോക്കിക്കോ, ഇവര് നാലിനും തമ്മിലടിപ്പിച്ചാലേ ഈ കമ്പനി പൊളിഞ്ഞു കിട്ടും. നീ ഉദ്ദേശിക്കുന്നത്ര എളുപ്പമൊന്നുമല്ലാതെ. ആ ബിനോയ് ആരാണെന്നറിയോ? അങ്ങനെ അങ്ങ് പേടിച്ചാൽ 20th സെഞ്ചുറിയാ. ആ ബിനോയ് വലിയ പണക്കാരന്റെ മകനാ. പ്രിൻസിപ്പൾ പോലെ ഇവന്മാരെ പേടിയാ. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന അംബിക എന്ന കുട്ടിയെ ഹോസ്റ്റലിൽ ചെന്ന് ബിനോയ് റാഗ് ചെയ്തതാ. ആ കുട്ടി പേടിച്ച് അന്ന് തന്നെ സ്ഥലം വിട്ടു. എന്നിട്ട് പ്രിൻസിപ്പൾ എന്താ ആക്ഷൻ എടുത്തു? അതുകൊണ്ട് എന്റെ പൊന്നും മോള് സൂക്ഷിച്ചു വേണം അവന്മാരോട് ഫൈറ്റ് ചെയ്യാൻ. ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്യാതിരുന്നാൽ പിന്നെ അവന്മാര് കാണിക്കുന്ന വൃത്തികേടുകളെല്ലാം സഹിച്ച് ഇവിടെ കഴിയേണ്ടി വരും. അതിന് എന്നെ കിട്ടില്ല. സക്സസ്, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നിനക്ക് ഇത്രയും ടാലന്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ജിജിത് ആരാ നിൽക്കുന്ന നോക്കി? രാജുവല്ലേ? ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. അന്നാ ബിനോയ് അവോയ്ഡ് ചെയ്യാൻ ഞാനൊരു നമ്പർ ഇറക്കിയതാ. ആളിപ്പോ റൊമാൻറ്റിക്കിലായില്ല. ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിലേക്ക് ഓരോ ഫോൺ കോളും വിസിറ്റിങ്ങും. ഇനി ഇദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യാൻ ഞാൻ മറ്റൊരു ദേഹത്തെ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നണേ. ആളൊരു പാവാ. കിടക്കട്ടെ, നിനക്കൊരു ബോഡി ഗാർഡ് ഉള്ളത് നല്ലതല്ലേ? ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി കേൾക്കും. ഇനി മാരേജ് പ്രപ്പോസലുമായി വീട്ടിലേക്ക് വരുമെന്ന എന്റെ പേടി. നീ നേരെ നടന്നോ, എന്നെ വെയിറ്റ് ചെയ്യണ്ട. ഞാൻ പ്രതിക്കൊരു പണിഷ്മെന്റ് കൊടുത്തിട്ട് വരാം. ഹലോ രാജീവ്. മീരെ, ഞാൻ പോവാം. നീ അങ്ങ് വന്നേച്ചാ മതി. മീരനെന്താ വണ്ടി എടുക്കാൻ? വണ്ടി കൊണ്ടുവന്നാ രാജീവുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കാൻ പറ്റുമോ? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു അഫയർ ഉണ്ടാവുന്നു. ഇതെന്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. എല്ലാം ഒരു നിമിത്തമാണ് രാജീവ്. കോളേജ് ക്യാമ്പസിലെ ലവ് അഫയറിന് കാറ്റാടി മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വരുന്ന ഇലകളുടെ ആയുസേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. ഞാനൊന്ന് പറയട്ടെ രാജീവ്, എന്റെ ഒരു ആഗ്രഹമാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. മീരയ്ക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. രാജീവിന്റെ ഇത്രയും ഭംഗിയുള്ള മുഖത്ത് ഇണങ്ങാത്ത ഒന്നുണ്ട്. ഈ മീശ. മീശ വേണ്ടെന്നോ? എന്നല്ല ഞാൻ പറഞ്ഞത്. മീരയുടെ ആഗ്രഹം ഏതാണെങ്കിൽ മീശനല്ല എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അയ്യോ, അതൊന്നും വേണ്ട. മീശയ്ക്ക് അല്പ തിക്നെസ് ഉള്ളതാണ് രാജീവിന്റെ ഫേസിന് ഭംഗി. അതിനെന്താ, അതൊരു ശ്രമിക്കാം, നോക്കട്ടെ. ഞാൻ വരട്ടെ. മീശ പാരയാവൂ?